കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ചു കേരളത്തിന് വേണ്ടി. അത് ഒരു സഖാവ് പരിവേഷത്തോടുകൂടി തലക്കെട്ടുമൊക്കെ കൊടുത്ത് വാനോളം ലാൽ സലാം എന്നൊക്കെ പറഞ്ഞു. മോഹൻലാൽ മുമ്പ് അഭിനയിച്ച ഒരു സിനിമയുടെ പേര് കൂടിയായിരുന്നു ലാൽ സലാം. ചെറിയാൻ കൽപ്പകവാടി നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നടന്നു. ആ വേദിയിൽ ഫാൽക്കെ അവാർഡ് മുൻപ് കിട്ടിയിട്ടുള്ള മലയാളത്തിൻ്റെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. മലയാളത്തിൻ്റെ മഹാനടനാണ് മോഹൻലാലെങ്കിൽ മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലെ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. പിന്നെ ഫാൽക്കെ അവാർഡ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രഗത്ഭർക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ആദരവ് വേദിയിലും സദസ്സിലും ഒക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ചിലരൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഒരു രഘു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. രഘു എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് കൂടി ചേർത്തെങ്കിൽ മാത്രമേ, പാണ്ഡവരിലെ രണ്ടാമൻ്റെ ആ പേര് കൂടെ ചേർത്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ രഘുവിനെ അറിയത്തുള്ളൂ. ഭീമൻ രഘു. അദ്ദേഹം വരുന്നത് ഒരു കലയാണ്, ഒരു ആനച്ചന്തമാണ്. ഇദ്ദേഹം ഇപ്പൊ സർക്കാരിന്റെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ എവിടെ ഉണ്ടോ ആ ചടങ്ങിനൊക്കെ എത്തിയിരിക്കും, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അയ്യപ്പ സംഗമത്തിൽ വരെ ഉണ്ടായിരുന്നു. പിന്നെ അയ്യപ്പ സംഗമത്തിൽ പിന്നെ അവര് ആളിനെ കൂട്ടുകയാണല്ലോ, വഴിയെ പോകുന്നവരെയൊക്കെ എടുത്ത് തട്ടിയെടുത്തിട്ട് അകത്തിരുത്തി കാണും. ഞാൻ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഭീമൻ രഘു മുമ്പ് BJP-യിലായിരുന്നു കേട്ടോ. BJP-യിൽ പ്രവർത്തിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ഈ വലിയ പരിവേഷത്തോടുകൂടിയൊക്കെ കയറി ഇറങ്ങത്തേ ഉള്ളൂ. പത്തനാപുരത്ത് മത്സരിച്ചു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് അവിടെ മലയാളത്തിലെ 3 നടന്മാരുടെ മത്സരമായിരുന്നു. KB ഗണേഷ് കുമാർ, പിന്നീട് LDF-ൽ നിന്ന് KB ഗണേഷ് കുമാർ, UDF-ൽ നിന്ന് ജഗദീഷ്, BJP-യിൽ നിന്ന് NDA മുന്നണിയുടെ ഭീമൻ രഘു. അങ്ങനെ ആ മത്സരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പം BJP-ക്കാരല്ലേ, ഇതിന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകും. അവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അവസാനം രഘുവിന് പുറത്തിറങ്ങേണ്ടി വന്നു. ഭീമനെ സാധാരണ അങ്ങനെ പിടിച്ചൊന്നും അങ്ങനെ പുറത്താക്കുന്നതല്ല. അത് മഹാഭാരത കഥയിൽ. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം CPM-ൽ ചേരാനെന്നും പറഞ്ഞ് ഈ പാളയത്തുനിന്ന് ഒരു ചുവന്ന കൊടിയും വാങ്ങിച്ച് അതും ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു വരവായിരുന്നു. ഒരു 1.5 വരവായിരുന്നു AKG സെന്ററിലേക്ക്. ലാൽ സലാം സഖാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവിടെ പിന്നെ ഉടനെ റെഡ് കാർപ്പറ്റ് വിരിച്ചു, ചുവപ്പ് അണിയിച്ച് സ്വീകരിച്ചു. അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അവിടെ ഇരുത്തി ചായയും പരിപ്പോടെയൊക്കെ കൊടുത്തു, കട്ടൻ ചായ. അതുമൊക്കെ കുടിച്ച് പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇദ്ദേഹം ഈ കൊടിയും പിടിച്ചോണ്ടേ പോകുള്ളൂ. കാരണം അങ്ങനെ ചെങ്കൊടി ആവേശമായി. ആ രോമാഞ്ചം അങ്ങോട്ട് അദ്ദേഹത്തിന് മാറുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സംസാരിക്കാൻ തുടങ്ങിയ അവസരത്തിൽ ഇദ്ദേഹം സദസ്സിലെ മുൻനിരയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് എഴുന്നേറ്റ് നെടുങ്കനെ അങ്ങ് നിന്നു, ഈ ചുവന്ന കൊടിയൊക്കെ പിടിച്ചുകൊണ്ട്. ചുവന്ന കൊടി ഉണ്ടായിരുന്നു തോന്നില്ല. പിണറായി വിജയൻ ഏതാണ്ട് ഒരു 15, 20, 25 മിനിറ്റൊക്കെ പ്രസംഗം ഉണ്ടായിരുന്നു. ആ 25 മിനിറ്റും അങ്ങനെ നിന്നു. ക്ലാസിന്റെ പുറത്ത് ചില കുട്ടികളെ ഇറക്കി നിർത്തുമല്ലോ, അതുമാതിരി ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഇത് ഈ ഇല്ല കുന്തം പിഴുങ്ങിയ മാതിരി ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ തടസ്സം ഉണ്ടാക്കുന്നുണ്ടെന്നേ. എന്താ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുക.
ഈ അതിനു മുമ്പ് അദ്ദേഹം ഇരിക്കുകയായിരുന്നു. ഇനി നിൽക്കുകയോളെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ എന്തെങ്കിലും വേറെ അസുഖം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയോ അല്ല, കാരണം അതിനു മുമ്പ് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഈ നെടുങ്കനെ ഒരു നിപ്പാണ്, ഇല്ല ഒരു പന നിൽക്കുന്നത് പോലെ അവിടെ തന്നെ നിന്നു. എന്തായാലും നല്ല ഒരു ഒന്നാം തരം കോമാളി വേഷമായിരുന്നു അന്ന് ഭീമൻ രഘു അവിടെ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് പറയുന്നത്, പിണറായി വിജയൻ പിതൃതുല്യനാണ്, ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ബഹുമാനാർത്ഥം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ ഇദ്ദേഹം അങ്ങ് വരും, മുൻനിരയിൽ തന്നെ ഇരിക്കും. പിന്നെ പോലീസുകാർക്കൊക്കെ വലിയ സംശയമാണ്, ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഭീമൻ രഘു എവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ എവിടെയെങ്കിലും മുൻനിരയിൽ ഉണ്ടെങ്കിൽ ചുറ്റിനും പോലീസും ഉണ്ടാവും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലാത്തിക്ക് ഒരു കൊട്ടു കൊടുക്കണം. കഴിഞ്ഞ ദിവസം അവിടെ ലാൽ സലാം പരിപാടിയിലും അവിടെയും ഒന്ന് മുൻനിരയിൽ ഇരിപ്പുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ മോഹൻലാലിനെ തല്ലിയിട്ടുണ്ടോ, നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ച് മാധ്യമങ്ങളുടെ നേരെ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. അയ്യപ്പ സംഗമത്തിന് ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞെന്നറിയാമോ, അവര് അതിന്റെ രാഷ്ട്രീയമൊക്കെ ചോദിച്ചു. ഈ അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയവും, നിങ്ങൾ രാഷ്ട്രീയം പറയരുത്, രാഷ്ട്രീയം പറയുന്നത് അതങ്ങ് തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിലൊക്കെ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ അയ്യപ്പനെ കുറിച്ച് ചോദിക്കൂ, അയ്യപ്പൻ എന്നാണ് ജനിച്ചത്, അയ്യപ്പന്റെ ബാല്യം എങ്ങനെയാണ്, ഭീമൻ രഘു അയ്യപ്പനുമായിട്ട് ഒന്നിച്ച് പഠിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എവിടെ പോയാലും പോലീസും കൂടെ വരും. പിണറായി വിജയനുള്ള ഇടത്ത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നറിയാം. അടുത്ത 2026 നിയമസഭാ സീറ്റിൽ എവിടെയെങ്കിലും ഒരിടത്ത് മത്സരിക്കാൻ ഇടം കിട്ടുമെന്ന് നോക്കി നടക്കുകയാണ്. പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തേക്കുന്നത് നല്ലതാ. കാര്യം എതിർ പാർട്ടികൾക്ക് വിജയം ഉറപ്പാക്കാമല്ലോ. അവർക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി. ഇത് രാവിലെ 7 മണിക്ക് തന്നെ നോക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ ചില ഇടങ്ങളിൽ CPM ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത ഇടങ്ങളുണ്ടല്ലോ. ഇപ്പൊ ലീഗിന്റെയൊക്കെ സുരക്ഷിത കോട്ട, അല്ലെങ്കിൽ ആരുടെ ആയാലും സുരക്ഷിത കോട്ടയുണ്ട്, അവിടോട്ട് കൊണ്ടുപോയി അങ്ങ് നിർത്തി കൊടുത്ത് ഒരു ചാവേറാക്കുക. ഇപ്പൊ CPM ഒരു ചാവേറ് കണ്ടില്ലേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിച്ചത്? CPM വേറെ നല്ല വമ്പന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ല, NK പ്രേമചന്ദ്രന്റെ മുമ്പിൽ തോറ്റുപോയി, തലവെക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആണ് ആര് നമ്മുടെ നടൻ മുകേഷ് എന്ന് പറയുന്ന പുങ്കവനെ ചാവേറായത്. 2016 21 ജയിച്ചത് എന്തോ കേമത്തം കൊണ്ടാണെന്നാണ് വിചാരിച്ചു നടക്കുന്നത്. അത് പിന്നെ എല്ലാ അല്പന്മാർക്കും ഉളുപ്പില്ലാത്തവർക്ക് എന്തും വിചാരിക്കാമല്ലോ. അപ്പൊ എന്തായാലും ലാൽ സലാം വേദിയിൽ വന്നെന്ന് തിളങ്ങാൻ നോക്കിയതാണ്. പക്ഷെ പിണറായി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം പിടിച്ച് താഴെ ഇരുത്തി, അനങ്ങി പോകരുതെന്ന് പറഞ്ഞു, അല്ലേ? ഇനി നമ്മള് ഈ അവിടെ കേട്ട മറ്റൊരു ശബ്ദം എന്ന് പറയുന്നത്, മുൻ ഫാൽക്കെ അവാർഡ് വാങ്ങിച്ച അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിതുപോലെ ആഘോഷങ്ങളോ ആരവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണ്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ആദരിക്കാൻ തയ്യാറായില്ല. അടൂർ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്. സർക്കാർ എന്തെല്ലാം പ്രായച്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അയ്യപ്പന്റെ അടുക്കൽ പ്രായച്ചിത്തം ചെയ്തു, മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിലെത്തി സജി ചെറിയാൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇനിയിപ്പോ CPMകാര് ആറ്റുകാൽ പൊങ്കാല നടത്താൻ പോകുന്നു. അതോടുകൂടി CPMന്റെ മണ്ടയ്ക്ക് ആരെങ്കിലും പൊങ്കാല ഇടും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തില് ലാൽ സലാം സഖാവി എന്നൊക്കെ പറഞ്ഞ്, കാരണം സിനിമാക്കാരുടെ ഈ കൊണ്ട് നിറച്ച് കേരളത്തെ അങ്ങ് കയ്യിലെടുക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത്. സിനിമാ നടന്മാരൊക്കെ തോറ്റ ചരിത്രം ഉണ്ടെന്ന് ഓർക്കണം. ചലച്ചിത്ര മുരളി തോറ്റു, ഇന്നസെന്റ് 2ാം തവണ ചാലക്കുടി മണ്ഡലത്തിൽ തോറ്റു. അല്ലാതെ ഇത് തമിഴ്നാട്ടിലെ പോലൊന്നുമല്ല. വിജയ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന്റെ കൊമ്പിലും മട്ടുപ്പാവിന്റെ മുകളിലും ഒക്കെ കയറിയിരുന്ന് വെള്ളവും കുടിക്കാതെ മണിക്കൂറുകൾ കാത്തിരിക്കാൻ. ഇത് മലയാളികളാണ്, പ്രബുദ്ധ കേരളമാണ്.
അല്ലാതെ സിനിമാക്കാരെ എഴുന്നള്ളിച്ചുകൊണ്ട് വോട്ട് നേടാവൊന്നും വിചാരിക്കണ്ട. ലാൽ സലാം.